ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് വളരെ സ്പെഷ്യലായിട്ടൊരു മാലയാണ്. ഒരുപാട് കാലമായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നൊരു മാലയാണ് കേട്ടോ ഇത്. എനിക്കത് ഈ മാല ഭയങ്കര സ്പെഷ്യലായിട്ട് തോന്നി. നമ്മൾ ട്രഡീഷണലായിട്ട് വരുന്ന മാങ്ങാമാലയുടെ പെൻഡൻറ്റ്, കാശിൻ്റെ പെൻഡൻറ്റ്, അതുപോലെ തന്നെ പാലക്കാമാലയുടെ പെൻഡൻറ്റ്, ഇതൊക്കെ ചേർത്തിട്ട് ഇൻവിസിബിൾ ചെയിനിലൊരു അടിപൊളി മാല ഉണ്ടാക്കാൻ പോവുകയാണ് ഞാൻ. സെൻറ്ററിലെ പെൻഡൻറ്റ് ഞാൻ മിഠായി തെരുവിൽ ജനതാ സ്റ്റോർ എന്നൊരു സ്റ്റോർ ഉണ്ടായിരുന്നു, അവിടെ നിന്ന് വാങ്ങിച്ചാണ്. ലാസ്റ്റുള്ള പാലക്കാമാലയുടെ കുഞ്ഞു പെൻഡൻറ്റും ജനതാ സ്റ്റോറിൽ നിന്ന് വാങ്ങിച്ചാണ്. ഇതാണ് മെയിനായിട്ട് വേണ്ട സാധനം, ഗിയർ വയർ. ഇത് നമ്മുടെ ഗോൾഡൻ കളറാണ് എടുത്തിട്ടുള്ളത്. നമ്മളൊരു കറക്റ്റ് അളവിൽ വെച്ചിട്ട് ഇത് മുറിച്ചെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഈ ഒരു മാല എനിക്ക് സ്പെഷ്യൽ ആയതുകൊണ്ട് തന്നെ ഞാൻ ഇതിനു വേണ്ടി പ്രത്യേകം ബീഡ്സ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. കുറച്ചുകൂടി വലിപ്പത്തിലുള്ള ഗോൾഡൻ ബീഡ്സ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഇത് 90 രൂപയായിരുന്നു. അത് നമ്മുടെ ജനതാ സ്റ്റോറിൽ കിട്ടും. കോഴിക്കോട് മിഠായിത്തെരുവിലെ ജനതാ സ്റ്റോറിൽ കിട്ടും. പല സ്റ്റോറുകളിലും കിട്ടും. നിങ്ങളുടെ വീടിനടുത്തുള്ള ത്രെഡ് ഹൗസ് പോയിട്ടുള്ള കടകളിലൊക്കെ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കിട്ടാൻ ചാൻസ് ഉണ്ട്. ഇത് ബേസിക്കായി വേണ്ട നമ്മളെ പ്രസ്സറാണ്. നമ്മൾ ഗിയർ ലോക്ക് പ്രസ് ചെയ്യാൻ വേണ്ടി വേണ്ട പ്രസ്സറാണ്. ഇതാണ് ഗിയർ ലോക്ക്. ഗിയർ വയറും ഗിയർ ലോക്കും മസ്റ്റാണ്. പിന്നെ ഞാനിതിന് കൊളുത്തല്ല ലാസ്റ്റ് കൊടുക്കുന്നത്. ഈ ഒരു ചരടാണ് കൊടുക്കാൻ വേണ്ടി പോകുന്നത്. ഈ മാലയ്ക്ക് ഒരു നെക്ലേസ് മോഡൽ മാലയാണ് ഞാൻ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. ആദ്യം നമുക്ക് ഈ ഒരു മാല എങ്ങനെ വേണം ജസ്റ്റ് ഡിസൈൻ ചെയ്യാം. ഈ ഒരു ഓർഡറിലാണ് ഞാൻ ഈ ഒരു മാല ഉണ്ടാക്കാൻ വേണ്ടി വിചാരിക്കുന്നത്. നമ്മളപ്പോൾ ആദ്യമായിട്ട് ഗിയർ വയറാണ് എടുക്കേണ്ടത്. ഗിയർ വയർ കറക്റ്റായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ഇതിൻ്റെ പെൻഡൻ്റെ ഉള്ളിലേക്ക് കൂടെ കോർത്തെടുക്കുകയാണ്. നമ്മൾ മാല കോർക്കുന്ന പോലെ തന്നെയാണ് ഇത് കോർത്തെടുക്കുന്നത്. ഇനി ഞാൻ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഈ മാങ്ങാമാലയുടെ മാങ്ങാ പെൻഡൻറ്റിൻ്റെ രണ്ട് സൈഡിലും ഞാൻ നേരത്തെ കാണിച്ച ഗോൾഡൻ ബീഡ്സ്, കുറച്ച് വലിയ ഗോൾഡൻ ബീഡ്സാണ്, അതിടാൻ വേണ്ടിയിട്ടാണ് വിചാരിക്കുന്നത്. രണ്ട് സൈഡിലും ഞാൻ ഈ ഗോൾഡൻ ബീഡ്സ് കോർത്തെടുത്തിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഈ ഒരു ലോക്കറ്റിനെ സെൻറ്ററിൽ അവിടെ എന്താ പറയുക ഫിക്സ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഗിയർ ലോക്ക്. നമ്മൾ ഈ ഒരു രണ്ട് ഗോൾഡൻ ബീഡ്സിൻ്റെ രണ്ട് സൈഡിലും കൂടി ഓരോരോ ഗിയർ ലോക്കാണ് ഇടുന്നത്. ഗിയർ ലോക്ക് സാധാരണ മാല കോർക്കുന്ന പോലെ കോർക്കാം. അതിനുശേഷം പ്രസ്സിങ് ടൂൾ വെച്ചിട്ട് ഈ ഒരു ഗിയർ ലോക്ക് ജസ്റ്റ് ലോക്ക് ചെയ്യുക. അത് രണ്ട് സൈഡിൽ ഗിയർ ലോക്ക് ഇട്ടിട്ട് രണ്ട് സൈഡിലും കൂടിയിട്ട് ഈ ഒരു പ്രസ്സർ വെച്ചിട്ട് ലോക്ക് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ അതവിടെ കറക്റ്റ് ആ പൊസിഷൻ തന്നെ ഈ ഒരു പെൻഡൻറ്റ് നിന്നോളും. ഇനി നെക്സ്റ്റ് നമ്മൾ ഇടുന്ന കാശിൻ്റെ പെൻഡൻറ്റിന് വേണ്ടിയിട്ടുള്ള ഗിയർ ലോക്കാണ് ഇടുന്നത്. രണ്ട് സൈഡിലും ഗിയർ ലോക്ക് ഇട്ട ശേഷം എവിടെയാണ് നമ്മൾ ആ ഒരു കാശിൻ്റെ മാലയുടെ പൊസിഷൻ, അതായത് കാശിൻ്റെ പെൻഡൻറ്റ് പൊസിഷൻ നമ്മൾ വിചാരിക്കുന്നത്, അവിടെയാണ് നമ്മൾ ഗിയർ ലോക്ക് ചെയ്യേണ്ടത്. ഈ ഗിയർ ലോക്ക് ചെയ്യേണ്ടത്. അതിനായിട്ട് നമ്മൾ ഈ ഒരു മാല ഇങ്ങനെ നീളത്തിലങ്ങ് വെക്കുന്നുണ്ട്. അതിനുശേഷം ഈ ഗിയർ ലോക്കിൻ്റെ പൊസിഷൻ ഒന്ന് കറക്റ്റ് ചെയ്യുന്നത്. രണ്ടും ഒരേ പൊസിഷനിൽ വേണം, എങ്കിലേ ഭംഗി ഉണ്ടാവുള്ളൂ. അതൊരു കുറച്ച് സമയം എടുക്കുന്ന പ്രോസസ്സ് തന്നെയാണ്. രണ്ടും കൂടി ഏകദേശം നോക്കിയിട്ട് സെറ്റ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. ആദ്യം ഒരു സൈഡിൽ പ്രസ് ചെയ്യുക, എന്നിട്ട് ഒന്നുകൂടി റീചെക്ക് ചെയ്ത ശേഷം മറ്റേ സൈഡിൽ കൂടി പ്രസ് ചെയ്യുക. ഞാനിപ്പോൾ രണ്ട് സൈഡിലും ഏകദേശം റെഡിയാക്കിയിട്ട് വന്നിട്ടുണ്ട്. രണ്ട് സൈഡിലും ഏകദേശം ഒരേപോലെ ആക്കിയിട്ട് ഗിയർ ലോക്ക് പ്രസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ രണ്ട് സൈഡിലേക്കും ഫസ്റ്റ് ഗോൾഡൻ ബീഡ്സ് ഇടുക, പിന്നീട് നമ്മുടെ കാശിമാലയുടെ പെൻഡൻ്റ് ഇടുക, പിന്നെ വീണ്ടും ഒരു ഗോൾഡൻ ബീഡ്സ് ഇടുക, പിന്നെ വീണ്ടും ഒരു ഗിയർ ലോക്ക് ഇടുക. ഇതാണ് ഇതിൻ്റെ 1 by 1 ആയിട്ടുള്ള പ്രോസസ്സ്. അല്ലെങ്കിൽ നമുക്ക് ഏകദേശം ഒരു ധാരണ വേണം നമ്മുടെ മാല എങ്ങനെ വേണം എന്നുള്ളതിനെ കുറിച്ചിട്ട്. ഏതെങ്കിലും ഡിസൈൻസ് നമുക്ക് ഫോളോ ചെയ്യാം, നമുക്ക് തന്നെ പുതിയ ഡിസൈൻസ് ഉണ്ടാക്കിയെടുക്കാം. ഞാനിപ്പോൾ ഇങ്ങനെയാണ് ആക്കിയിട്ടുള്ളത്, നിങ്ങൾ കണ്ടാൽ മനസ്സിലാകും. ഗിയർ ലോക്ക് ഇട്ടിട്ട ശേഷം ഒരു ഗോൾഡൻ ബീഡ്സ് ഇടുന്നു, പിന്നെ കാശിമാല ഇടുന്നു, പിന്നെ വീണ്ടും ഗോൾഡൻ ബീഡ്സ് ഇടുന്നു, പിന്നെ ഒരു ഗിയർ ലോക്ക് കൂടി ഇട്ടിട്ട് ഈ രണ്ട് പെൻഡൻറ്റും, രണ്ട് കാശിൻ്റെ പെൻഡൻറ്റും അവിടെ ഉറപ്പിക്കുകയാണ് ചെയ്യുന്നത്, അവിടെ പ്ലേസ് ചെയ്യാണ് ചെയ്യുന്നത്. ഗിയർ വയറിൽ ഗിയർ ലോക്ക് ചെയ്യുമ്പോൾ എപ്പോഴും നമ്മൾ ഇങ്ങനെ പിടിച്ച് ചെയ്യുകയാണെങ്കിൽ, ഇങ്ങനെ കുത്തനെ പിടിച്ച് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി കറക്റ്റായിട്ട് നിന്നോളും. നമ്മളിപ്പം 3 പെൻഡൻ്റാണ് സെറ്റാക്കിയത്. ഇനി നമ്മൾക്ക് 2 പെൻഡൻ്റ് കൂടി സെറ്റാക്കുന്നുണ്ട്. ഇനി നമ്മൾ ചെയ്യുന്നത് 2 പാലക്കയുടെ കുഞ്ഞു ലോക്കറ്റ് ഉണ്ട്. അതുകൂടി ഈ ഏകദേശം ഇതേ ഡിസ്റ്റൻസിലാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അതിനായിട്ട് നേരത്തെ പറഞ്ഞ പോലെ തന്നെ വീണ്ടും ഗിയർ ലോക്ക് ഇടുന്നു, ഏകദേശം പൊസിഷനൊക്കെ കറക്റ്റ് ആക്കുന്നു. നമ്മൾ നേരത്തെ എടുത്ത അതേ ഒരു ലെങ്ത് തന്നെയാണ് ഈ കാശ് പെൻഡൻ്റിൽ നിന്നും ഈ ഒരു പാലക്കയുടെ പെൻഡൻറ്റിലേക്ക് നമ്മൾ ഏകദേശം കണക്കാക്കുന്നത്. അപ്പോൾ ഇതൊക്കെ കറക്റ്റാക്കിയിട്ട് നമ്മളൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. രണ്ട് സൈഡിലും ഏകദേശം കറക്റ്റ് ആവാൻ വേണ്ടി ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും സാധനമൊക്കെ വെച്ചിട്ട് ഒരു ഏകദേശം അളവെടുത്തൊക്കെ ചെയ്യാൻ പറ്റുന്നതാണ്. സ്കെയിൽ വെച്ചിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മെഷർമെൻറ്റ് വെച്ചിട്ട് നമ്മൾ ഏകദേശം ആ ഒരു ബീഡ്സ് കറക്റ്റാക്കി വെക്കുക.
ഇതിലിപ്പോൾ ഞാൻ കുറച്ച് മുകളിലേക്ക് ആയിട്ടുണ്ട്, അത് ഞാൻ വീണ്ടും ഒന്ന് കറക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ മാലയുടെ 4ാമത്തെയും 5ാമത്തെയും ബീഡ്സ് ഇടാൻ വേണ്ടിയിട്ട് ഇവിടെ ഗിയർ ലോക്കൊക്കെ റെഡിയായി. ഇനി വീണ്ടും ഈ ഒരു ഗോൾഡൻ ബീഡ്സ് ഇടുന്നുണ്ട് 2 സൈഡിലേക്കും. പിന്നെ വീണ്ടും നമ്മുടെ പാലക്കയുടെ കുഞ്ഞു പെൻഡൻറ്റ്, പിന്നെ ഒരു ഗോൾഡൻ ബീഡ് കൂടി ഇട്ട് കഴിഞ്ഞിട്ട് ഒരു ഗിയർ ലോക്ക് കൂടി ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഈ മാല ഫിനിഷാകും. ലാസ്റ്റ് സ്റ്റേജായി ഒരു മാലയുടെ. ഇനി ചെറിയൊരു പണി മാത്രമേ നമുക്ക് ബാക്കിയുള്ളൂ. ഇനി ബാക്കിലേക്ക് ഇടുന്ന കൊളുത്ത് ഞാൻ പറഞ്ഞു, ഞാൻ കൊളുത്തല്ല ഇടുന്നത്, പകരം ത്രെഡാണ് വെക്കുന്നത് നെക്ലേസ് പോലെ ആക്കാൻ വേണ്ടിയിട്ട്. അത് വളരെ ഈസിയാണ് നമുക്ക് ചെയ്യാൻ. അതുകൂടി ഞാൻ കാണിച്ചു തരാം. ആദ്യം നമ്മൾ ഗിയർ ലോക്ക് ഇടുക, അതിനുശേഷം ഗിയർ വയറിനുള്ളിലേക്കൂടെ നമ്മുടെ ത്രെഡ് ഇടുക. ഇനി ആ ത്രെഡിനെ ചുറ്റി ആ ഗിയർ വയർ ഗിയർ ലോക്കിനുള്ളിലേക്ക് ചേർക്കുക. അപ്പോൾ ഒരു ലൂപ്പ് പോലെയാവും നമ്മുടെ ഗിയർ വയർ. എന്നിട്ട് അവിടെ പ്രസ് ചെയ്യുക. അപ്പോൾ 2 ഭാഗത്തും ഇതുപോലെ ജസ്റ്റ് പ്രസ് ചെയ്താൽ തന്നെ നമ്മുടെ മാല റെഡിയാവും. ഈ സൈഡിലും ഇതുപോലെ തന്നെയാണ് ചെയ്യുന്നത്. ആദ്യം ഗിയർ വയറിലേക്ക് ഗിയർ ലോക്ക് ഇടുന്നു, പിന്നെ ത്രെഡിൻ്റെ ഭാഗം, ആ ഒരു ലൂപ്പ് പോലുള്ള ഭാഗത്തിനുള്ളിലേക്കൂടെ ഗിയർ വയർ പുറത്തേക്ക് എടുത്ത് ആ ഗിയർ വയർ വീണ്ടും ഗിയർ ലോക്കിനുള്ളിലേക്ക് ചേർത്ത് അവിടെ പ്രസ് ചെയ്യാം. അപ്പം നമ്മുടെ മാല അവിടെ കറക്റ്റ് ലോക്കായിട്ട് ഇരുന്നോളും. നമ്മുടെ മാലയുടെ പണിയൊക്കെ കഴിഞ്ഞു. കുറച്ച് ക്ഷമയും ഒക്കെ ഉണ്ട്. നമ്മുടെ ഈ ഇൻവിസിബിൾ ചെയിൻ ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ഹാപ്പി ആയിട്ടുള്ളൊരു ജോലിയാണ്. നല്ല ഭംഗിയിലെ ബീഡ്സ് കിട്ടുകയാണെങ്കിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാം. പല മോഡൽസും പല പുതിയ പുതിയ ഡിസൈൻസൊക്കെ നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. എല്ലാവർക്കും മാല ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം. ഇനി ഇതിനെപ്പറ്റി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ബോക്സ് ചോദിക്കാം. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം.